സോ ഇതാണ് നമ്മുടെ ആനിവേഴ്സറി ഡെസ്റ്റിനേഷൻ. ചൈനയുടെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനായ ഹോങ്കോങ്ങിലും മക്കാവോയിലുമാണ് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തത്. ഞങ്ങൾ എടുത്തൊരു തീരുമാനമായിരുന്നു, ആനിവേഴ്സറിക്ക് ഇങ്ങനെ എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് ഒന്നും വേണ്ട, പകരം കുറച്ച് നല്ല മൊമെൻറ്റ്സ് നല്ലൊരു ഡെസ്റ്റിനേഷനിൽ സ്പെൻഡ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് റിസർച്ചും ഐറ്റിനറീസിനും പല കൺട്രീസിൻ്റെ ഇതിലൊന്നും അങ്ങനെയൊക്കെ പലതും ഇങ്ങനെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഹോങ്കോങ്ങും മക്കാവും ഡിസൈഡ് ചെയ്തത്. നമ്മൾ ഇപ്പം പരിചയപ്പെട്ട നാൾ മുതൽ സ്റ്റിൽ ഡേറ്റ് വരെ നമ്മൾ മേജറായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ട്രാവലിംഗ് ആയിരുന്നു. രണ്ടുപേരും ഭയങ്കരമായിട്ട് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണ്. അതിപ്പോൾ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. സോ അത് തന്നെ ഒരു മേജർ ഫാക്ടറായിരുന്നു നമ്മളെ ഇപ്പം വരെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പം കല്യാണം കഴിഞ്ഞാണെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാ മാസവും തന്നെ നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുത്താണെങ്കിലും ട്രാവലിംഗ് ചെയ്യാറുണ്ട്. സോ ആനിവേഴ്സറി നമുക്കൊരു ഇൻ്റർനാഷണൽ ആവാം എന്നുള്ള ഡിസിഷനിലാണ് നമ്മൾ ഈ ഒരു പ്ലേസ് എടുത്തത്. പിന്നെ അധികം ആരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണാത്ത രണ്ട് സ്ഥലമാണ് ഹോങ്കോങ് ആൻഡ് മക്കാവോ എന്നുള്ളത്. പക്ഷേ അധികം ഫോർമാലിറ്റീസിന് ഒരു കഷ്ടപ്പാടും ഉണ്ടായിരുന്നില്ല. എല്ലാം ഭയങ്കര നോർമലായിട്ട് വേഗം തന്നെ കഴിഞ്ഞു. പിന്നെ എനിക്കും അച്ഛനും നിർബന്ധമുള്ളൊരു കാര്യമാണ്, അതിപ്പം ചെറുതോ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക്കോ ഇൻ്റർനാഷണലോ ട്രാവലിംഗ് ആയിക്കോട്ടെ, ഒരിക്കലും ഒരു പാക്കേജിനെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത്. നമ്മൾ എന്ത് കഴിക്കണം, നമ്മളെപ്പോൾ പോകണം, എപ്പോൾ വരണം, എവിടെ പോകണം എന്നുള്ളതൊക്കെ ഒരാളിങ്ങനെ ഡിസൈഡ് ചെയ്ത് ചെയ്യിക്കുന്നതിൽ ഒരു കാര്യം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നാറില്ല. സോ ഈ ട്രാവലാണെങ്കിലും എല്ലാം വിസ ടു സ്റ്റേ, ഫുഡ് എല്ലാം നമ്മൾ തന്നെയാണ് റിസർച്ച് ചെയ്ത് ഓരോന്ന് കണ്ടുപിടിച്ച് ബുക്ക് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര വേർത്ത് പ്ലേസ് ആണെന്ന് പറയും. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ചൈന 2025 ജീവിക്കുന്നത് 2050 ഇതിനോട് എനിക്ക് 100% യോജിപ്പ് തോന്നി. കാരണം ടെക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, ഈ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ഈവൻ ഇൻ വാഷ്റൂം വരെ അത്രയ്ക്ക് ആ അഡ്വാൻസ്മെൻറ്റ് കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ മൊത്തത്തിൽ ഈ പ്ലേസ് കുറച്ച് എക്സ്പെൻസീവാണ്. ഈവൻ ഫുഡ് വെൻ കമ്പയർഡ് ടു ഇന്ത്യൻ മണി കേട്ടോ. ഫുഡ്, ട്രാൻസ്പോർട്ട്, ഈവൻ സ്റ്റേസ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അതൊക്കെ കുറച്ച് ചീപ്പായിട്ട് കിട്ടും. അങ്ങനെ കുറച്ച് നമുക്കിപ്പോൾ ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലാം തന്നെ വൻ എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ നമ്മൾ കാസിനോ എക്സ്പ്ലോർ ചെയ്തു. കാരണം ഇവിടെ കാസിനോസൊക്കെ ലീഗലായിരുന്നു. കാസിനോ എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ രസമായിരുന്നു. കാസിനോൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഹൊമ്പോ അടിപൊളിയായിരുന്നു. പിന്നെ ആകെ കഷ്ടപ്പെട്ട ഒരു കാര്യം ഈ 2 കോലാണ്. എൻ്റെ പൊന്നോ, എവിടെ പോയാലും കിട്ടും 2 ചോപ്സ്റ്റിക്ക്, അല്ല 1 ചോപ്സ്റ്റിക്ക്. അത് വെച്ച് കഴിക്കുക എന്നുള്ളത് ഞാൻ പെട്ടുപോയൊരു കാര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ അടിച്ചു പൊളിച്ചൊരു ആനിവേഴ്സറി ആയിരുന്നു.